പ്രഗ്നൻ്റ് ആവാത്ത കാരണം സൈലൻ്റായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണോ നിങ്ങൾ? ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് മെഡിസിൻസ് കഴിച്ചു, ഒരുപാട് കാത്തിരുന്ന്, ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് തളർന്നിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേദനയിലൂടെ കുറച്ച് കാലം മുന്നേ കടന്നു പോയ ഒരാളാണ് ഞാനും. ഏകദേശം 3 വർഷത്തോളം ഇൻഫെർട്ടിലിറ്റി സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇൻഫെർട്ടിലിറ്റിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് PCOD ഉണ്ടായിരുന്നു. ആൻഡ് ഈ PCOD തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഒബീസ് PCOD, ലീൻ PCOD. ഈ വണ്ണുള്ളവർക്ക് വരുന്ന PCODയെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ അവർക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൺസീവ് ആവാനുള്ള ചാൻസസ് കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷേ മെലിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഫുഡ് കൺട്രോളോ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസീവ് ആവാനുള്ള ചാൻസസ് കുറവാണ്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് PCOD ഉള്ള സമയത്ത് ഞാൻ അത്രയും മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. സോ ഡോക്ടറോട് എന്തെങ്കിലും ഫുഡ് കൺട്രോളോ ലൈഫ് സ്റ്റൈലോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇല്ല അതിലൊന്നും നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല, നിങ്ങൾ ഈ തന്ന ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളതാണ്. സോ അത്രത്തോളം PCOD കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് എഗ് ഡെവലപ്മെൻറ്റിലായിരുന്നു. ഒരിക്കലും എത്ര സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും അവിടെ ഒരു എഗ് ഡെവലപ്മെൻറ്റിൽ ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഏകദേശം ഒരു 3.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇനി നിങ്ങളുടെ മുന്നിൽ IVF അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. ആ ഒരു ഡേ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കില്ല. കാരണം ഞാൻ ഇമോഷണലി അത്രയും ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം ഈ പൊതുവേ ഉള്ള ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഈ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ബോഡീനെ മാത്രമല്ല അത് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ അത്രത്തോളം അത് മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ട്. നമ്മളെ കോൺഫിഡൻസിന്, നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ സമാധാനത്തിന് എല്ലാം ഇതെന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില കല്യാണങ്ങളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു കത്തിയെടുത്ത് കുത്തുന്നതിന് തുല്യമാണ് ഇതുപോലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പുറമേ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ ഉള്ളിൽ അത്രമാത്രം നമ്മൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടാവും. സോ ഇത്രയും സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ് ഞാനും. ആ സമയങ്ങളിലൊക്കെ അത്രയും വിഷമിച്ചിട്ട് ദൈവത്തിന് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തളർച്ചയിലും എന്നെ തകരാതെ എന്നെ കൈപിടിച്ചുയർത്തിയത് എൻ്റെ പഠിച്ചോൻ തന്നെയായിരുന്നു. ഞാൻ അത്രയും തളർന്ന സമയത്തും എന്നെ പതിയെ എൻ്റെ പഠിച്ചോൻ എന്താണ് എന്നെ ഗൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നിട്ടല്ല, എനിക്ക് എന്താണോ ആ ടൈമിൽ വേണ്ടത് അത് ചെയ്തിട്ടാണ് പഠിച്ചോൻ എന്നെ ഗൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായത്. ആ ഒരു സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഹീലാവുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ തുടങ്ങി. അതിനുശേഷം പഠിച്ചോനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് നല്ല രീതിയിൽ ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ രീതിയിൽ ഫുഡ് കൺട്രോളും അതുപോലെ ചെറിയ രീതിയിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസൊക്കെ ഞാൻ എന്താണ് വരുത്തി തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ടായത് റിലേഷൻഷിപ്പ് വിത്ത് അള്ളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഞാൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് ദുആ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, തഹജ്ജുദ് ചെയ്തു. പക്ഷേ ഇതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇതൊക്കെ മുന്നേ ചെയ്യുന്ന സമയത്ത് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രഗ്നൻ്റ് ആവുക, ഒരു കുട്ടി ആവുക എന്നുള്ളത്. പക്ഷേ ഇത്തവണ ചെയ്യുന്ന സമയത്ത് അത് ആവുക എന്നുള്ളതല്ല, അത് എന്തായാലും എനിക്ക് ലഭിക്കും. പക്ഷേ അത് എൻ്റെ അപ്പുറത്ത് ഞാൻ ഇത് ചെയ്യുന്നത് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പഠിച്ചതായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂട്ടണം എന്നുള്ള രീതിയിൽ അത്രയും സറണ്ടറായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചവൻ്റെ ഏറ്റവും വലിയ മിറക്കിൾ സംഭവിക്കുകയാണ്. ഇനി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ IVFിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് നമ്മളെ കൈ ഒഴിഞ്ഞ സമയത്ത് അവിടെ പഠിച്ചവൻ്റെ കൈകൾ നമ്മളെ സ്പർശിക്കുകയാണ്. IVFിന് പോകണോ വേണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നാച്ചുറലായിട്ട് ഞാൻ അവിടെ എന്താണ് കൺസീവ് ആവാണ് ചെയ്യുന്നത്. സോ അത്രയും വലിയൊരു അനുഗ്രഹം പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടാവാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളോട് ഒരു മിറക്കിൾ പ്രോമിസ് ചെയ്യാനല്ല, അതേപോലെ നിങ്ങൾ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ പറയാനും അല്ല. പക്ഷേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം എന്ന് പറയുന്നത് പഠിച്ചവനത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ട്രഗിൾസിനും എന്താണ് ഒരു മീനിങ് ഉണ്ട്.
ഇവിടെ നമ്മൾ പ്രഗ്നൻ്റ് ആവാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ചിലവർക്ക് ഒരു കാരണം ഉണ്ടാവില്ല. ചിലവരെ മെഡിക്കൽ സയൻസ് എന്താണ് ഇനി ആവില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞവരും ഉണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് നമ്മുടെ പടച്ചോൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പടച്ചോൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ആ ഒരു അനുഗ്രഹം, ആ ഒരു ടൈമിങ് നമുക്ക് എത്തുന്നത് വരെ നമ്മൾ മെൻ്റലി ഡൗൺ ആവാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, നമ്മളെ ഹോപ്പ് നഷ്ടപ്പെടുത്താതെ നമുക്ക് പടച്ചോനിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ എവിടെ നിന്നും എടുത്തിട്ട് പറയുന്നതല്ല, എൻ്റെ ലൈഫിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഒരു 10 ദിവസത്തെ ഒരു യൂട്യൂബ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അവിടെ നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അത് മെൻ്റലി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, നമ്മുടെ ഫെയ്ത്ത് എങ്ങനെ കൂട്ടാൻ പറ്റും, ഇമോഷണലി എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും, അതേപോലെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഹോപ്പ് നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ അവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ഇത് തികച്ചും ഇൻഫെർട്ടിലിറ്റി സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സീരീസാണ്. സോ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഈ ഒരു സീരീസ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതേപോലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.